അഷ്ടമിരോഹിണിക്ക് ഗുരുവായൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ അഷ്ടമിരോഹിണി മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം അധികൃതർ അറിയിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയനാണ് പത്രസമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അഷ്ടമിരോഹിണി ദിനത്തിൽ 200-ൽ അധികം വിവാഹങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുലർച്ചെ 4 മണി മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. ഏകദേശം 40,000 ഭക്തർക്ക് അന്നദാനം നൽകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 2100 പേർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ദേവസ്വം ജീവനക്കാർക്ക് പുറമെ 150 പ്രൊഫഷണൽ പാചകക്കാരും വിളമ്പുകാരും ഇതിനായി രംഗത്തുണ്ടാകും. ഭഗവാന് സമർപ്പിക്കുന്ന പ്രധാന വഴിപാടുകളിലൊന്നായ അപ്പം 7.25 ലക്ഷം രൂപയുടെ ഏകദേശ മൂല്യത്തിൽ തയ്യാറാക്കും. ഒരു രസീതിന് 35 രൂപ നിരക്കിൽ 2 അപ്പം വീതം ലഭിക്കും. കൂടാതെ 8.8 ലക്ഷം രൂപയുടെ പാൽപ്പായസവും നിവേദിക്കും. ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി VIP ദർശനത്തിനും ശയന പ്രദക്ഷിണത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവരിയിൽ നിൽക്കുന്നവർക്ക് ദർശനത്തിന് മുൻഗണന നൽകും. അഷ്ടമിരോഹിണി ദിനത്തിൽ 3 നേരവും വിശേഷാൽ മേളങ്ങളോടുകൂടിയുള്ള കാഴ്ചശീവേലിയുണ്ടാകും. പ്രത്യേക അവസരങ്ങളിൽ മാത്രം പുറത്തെടുക്കുന്ന സ്വർണ്ണക്കോലം എഴുന്നള്ളിപ്പിനായി ഉപയോഗിക്കും. രാവിലെ 6 മണി മുതൽ വിവിധ ആത്മീയ കലാപരിപാടികൾ നടക്കും. വൈകുന്നേരം 5 മണിക്ക് സാംസ്കാരിക സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര കലാപുരസ്കാരം പെരിങ്ങോട് ചന്ദ്രന് സമ്മാനിക്കും. തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും കൃഷ്ണനാട്ടവും അരങ്ങേറും. അഷ്ടമിരോഹിണി മഹോത്സവത്തിനായി 38.47 ലക്ഷം രൂപയുടെ ബഡ്ജറ്റാണ് ദേവസ്വം ഭരണസമിതി അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ 27.50 ലക്ഷം രൂപ പ്രസാദ ഊട്ടിന് വേണ്ടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.